ഹായ് ഗായ്സ്, എല്ലാവരും എന്നെ എടുക്കുകയാണ്. ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബന്ദർ ഐൽ ഖൈറാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രക്മ. നമ്മളെ സ്ഥലത്ത് നിന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് നമ്മൾ ഈ ബന്ദർ ഐൽ ഖൈറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പം നമ്മളെ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ജൂലീനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ജൂലീനെ കൊണ്ടാന്ന് പോകാറ്. അല്ലെങ്കിൽ അവൾ തന്നെ നമ്മുടെ റൂമിലിരിക്കണ്ടേ വരൂലേ. നമ്മളെല്ലാവരും പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇപ്പം മോർണിംഗ് ടു ഈവനിങ് ഒക്കെ തിരിച്ചു വരുന്നതെങ്കിൽ പറ്റാവുന്നതാണ്. ഡോഗ്സ് അലൗഡ് ആയ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നതൊക്കെ, ബീച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങ് പ്രത്യേകിച്ചും. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഫുള്ള് മലകളാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2-3 ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന. നമ്മൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നൈറ്റ് നമുക്കവിടെ മിഷ്കാക്കൊക്കെ ഉണ്ടാക്കണം, അതായത് ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു നല്ല അടിപൊളിയായിരിക്കും. നൈറ്റ് ഇവിടെ നിന്നിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പം നമ്മളിതാ അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ബന്ദർ ഐൽ ഖൈറാൻ വ്യൂ പോയിന്റ്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പ്ലേസ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. ഇതിനു മുമ്പ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വ്യൂ പോയിന്റിലൊക്കെ കുറേ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. താഴോട്ട് പോയാലല്ലേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും നമുക്ക് കയറാനൊക്കെ പറ്റും. അതിനുശേഷം ഇരുടാകുന്ന സമയത്താണ് നമ്മൾ ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഇതാ നമ്മൾ കാർ പാർക്ക് ചെയ്യണം ഈ ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ വേണേൽ 4 വീലൊക്കെ കിട്ടും, ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരെ നടന്ന് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 4 വീലർ ബുക്ക് ചെയ്യാം. അപ്പോൾ താഴെ നല്ല ബീച്ച് കളിക്കാൻ, കുട്ടിയൊക്കെ കളിക്കാനുള്ളതൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ക്യാമ്പയിൻ ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ. അപ്പോൾ ഇരുടാവുന്നതിന് മുമ്പ് നമുക്ക് ബോട്ട് പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ ഇരുടായി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് പോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ജൂലിക്കുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലപോലെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പൊന്നുമൊക്കെ വെള്ളത്തിൽ തന്നെ ആയിരുന്നു, വെള്ളത്തിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. കിച്ചൂസും ഇതിലെ നടപ്പുണ്ടായിരുന്നു. ജൂലിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അതൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ നമ്മുടെ ബോട്ട് അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വെച്ച ബോട്ട് 35 റിയാൽ, 28 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് 1 hour. ഇതിനു മുമ്പ് ഇങ്ങനെ ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ സലാല പോയ സമയത്തായിരുന്നു പോയത്. അത് അടിപൊളിയായിരുന്നു. ഇതേപോലെ തന്നെ എക്സ്പ്രഷൻ
എന്തോ ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് എവിടെ? അതൊന്നും കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇതാ തിരിച്ച് പിക്ക് ചെയ്തെടുക്കെ തന്നെ അവർ നമ്മളെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മേലേക്ക് പോവുകയാണ്. നേരെ മേലെ പോയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ട പരിപാടി നോക്കുവാണ്. അപ്പോൾ ഇതാ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയത് കൊണ്ട് തന്നെ അവരെന്നെ നമ്മളെ മുകളിലേക്കായി തരാമെന്ന് പറഞ്ഞ് 4 വീലർ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ലേഡീസും കുട്ടികളും മാത്രം മുകളിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഹസ്ബൻഡെല്ലാം കൂടി എല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ട സംഭവങ്ങളാക്കുവാണ്. അങ്ങനെയുണ്ട്. ഇതാരും എടുക്കുന്നില്ല. നല്ല ചൂടുണ്ട് ഇപ്പൊ, ഒരു രക്ഷയില്ല. അടുത്തോലും വണ്ടി അതുണ്ട്, കുറേ ഉണ്ട്. അങ്ങോട്ട് നീ അപ്പോൾ ഇതങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.